ഹായ് ഫ്രണ്ട്സ്, നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോവാം. ഇൻ ദ ഫിഗർ ബിലോ, O is the center of the circle. O is the center of the circle and AB is diameter. C is the point on the circle. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കമ്പ്യൂട്ട് ആംഗിൾ CAB. ആംഗിൾ CAB. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ അല്ലേ? ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ AOCയും ആംഗിൾ COBയും എന്താണ്? ലീനിയർ പെയർ ആണ് അല്ലേ? ആംഗിൾ AOCയും ആംഗിൾ COBയും ലീനിയർ പെയർ ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളിന്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ AOC പ്ലസ് ആംഗിൾ COB ഈക്വൽ ടു 180 ഡിഗ്രി ബിക്കോസ് ദേ ആർ ലീനിയർ പെയർ ആണല്ലോ. ഇനി നമുക്ക് എന്തറിയാം? ആംഗിൾ COB അറിയാം. അപ്പൊ നമുക്ക് ആംഗിൾ AOC കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ AOC വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ COB. അപ്പൊ 180 ഡിഗ്രി മൈനസ് ആംഗിൾ COB എത്രയാണ്? 50 ഡിഗ്രി. അപ്പൊ എത്ര വരും? 130 ഡിഗ്രി. 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി ഈക്വൽ ടു 130 ഡിഗ്രി. ഓക്കെ, ഇനി നോക്കിക്കേ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ട്രയാങ്കിൾ AOC ആണ്. സോറി, നമുക്ക് ഓക്കെ, ട്രയാങ്കിൾ AOC ആണ്. ട്രയാങ്കിൾ AOC കൺസിഡർ ചെയ്യുന്ന സമയത്ത് AOയും OCയും എന്താണ്? ഈക്വൽ ആയിരിക്കുമല്ലോ. കാരണം എന്താ? AO എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? AO ഈക്വൽ ടു OC ബിക്കോസ് എന്താ? റേഡിയസ് ഓഫ് സർക്കിൾ. സർക്കിളിന്റെ റേഡിയസ് ആയതുകൊണ്ട് ഈക്വൽ ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രയാങ്കിൾ AOC. ട്രയാങ്കിൾ AOC ഈസ് എ ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റും അല്ലേ? ട്രയാങ്കിൾ AOC എന്താണ്? ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ എന്ത് ചെയ്താ? ട്രയാങ്കിൾ AOC ഈസ് എൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ. സോ എന്താണ്? ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ AO എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ C അല്ലേ? ആംഗിൾ C. അതുപോലെ OC എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ A. ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ C. ആംഗിൾ A അല്ലെങ്കിൽ എന്തും പറയാം? ആംഗിൾ CAO അല്ലെങ്കിൽ CAB. ഓക്കെ, ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ A. ഇനി AOC എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രയാങ്കിൾ ആണ്. അപ്പൊ ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ആംഗിൾ ലെങ്ത് വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ A പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ AOC. ആംഗിൾ AOC വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ AOC എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 130 ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ 180 ഡിഗ്രിന്ന് ആംഗിൾ AOCയുടെ വാല്യൂ മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ Aന്റെയും ആംഗിൾ Cന്റെയും സം എത്രയാണെന്ന് കിട്ടും. അപ്പൊ ആംഗിൾ A പ്ലസ് ആംഗിൾ C ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി ഈക്വൽ ടു 50 ഡിഗ്രി. കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്തറിയാം? ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ C ആണ്. അപ്പൊ ആംഗിൾ Aന്റെയും ആംഗിൾ Cന്റെയും വാല്യൂ എത്രയായിരിക്കും? 50 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ C ഈക്വൽ ടു 50 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 25 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കമ്പ്യൂട്ട് ആംഗിൾ CAB. ആംഗിൾ CABയുടെ വാല്യൂ എത്രയാണ്? 25 ഡിഗ്രി. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ. ഇത് 25 ഡിഗ്രി, ഇതും 25 ഡിഗ്രി, ഇതെത്ര കിട്ടി? 130 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ another figure like this with a different number for the size of angle COB. ആംഗിൾ COBയുടെ സൈസ് വേറൊന്ന് അസ്യൂം ചെയ്യാം.
കാൽക്കുലേറ്റ് ആംഗിൾ സി എ ബി. അതിനുശേഷം എന്ത് ചെയ്യുക, സി എ ബി കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ ഇപ്പൊ ചെയ്ത പോലെ തന്നെ എന്താ ചെയ്തത്, ആദ്യം സി ഒ ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും, അത് യൂസ് ചെയ്ത് നമ്മൾ സി എ ബി കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, ഞാൻ പക്ഷെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സർക്കിൾ വരച്ചു. ഓക്കെ, പേര് എ ബി ഒ. ഞാൻ ആംഗിൾ ലെങ്ത് ഒന്നും മെഷർ ചെയ്യുന്നില്ല, ജസ്റ്റ് അസ്യൂം ചെയ്ത് എഴുതുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷർ ചെയ്ത് എഴുതാം. ഓക്കെ, ഇത് ഞാൻ സി. ഓക്കെ, ആദ്യം തന്നെ സി ഒ ബിക്ക് ഒരു മെഷർ കൊടുക്കുക അല്ലേ. ഇത് ഞാൻ സി ഒ ബി പറയാണ്, ഇത് 100 ഡിഗ്രി ആണ്. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള അളവിൽ വരക്കാം. ഇത് ഞാൻ ജസ്റ്റ് റഫായിട്ട് വരച്ചു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരക്കാം. അപ്പൊ ഇത് 100 ഡിഗ്രി ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ആംഗിൾ സി എ ബി കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണം അല്ലേ, സിമ്പിൾ അല്ലേ. ആംഗിൾ സി ഒ ബി 100 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി ഒ എ എത്രയായിരിക്കും, 180 ഡിഗ്രി മൈനസ് 100. കാരണം എന്താ, ആംഗിൾ സി ഒ എയും ആംഗിൾ സി ഒ ബിയും എന്താണ്, ലീനിയർ പെയറാണ്. നമുക്ക് എന്ത് എഴുതാം, ആദ്യം ആംഗിൾ സി ഒ എ പ്ലസ് ആംഗിൾ സി ഒ ബി വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താ, ലീനിയർ പെയറാണ്. ഓക്കെ, അപ്പം ആംഗിൾ സി ഒ എ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ആംഗിൾ സി ഒ എ വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ സി ഒ ബി വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് എത്രയാണിത്, 100 ഡിഗ്രി. 100 ബി ഈക്വൽ ടു 80 ഡിഗ്രി. ഓക്കെ, നമുക്ക് ഇത് എത്രയാണെന്ന് കിട്ടി, 80 ഡിഗ്രി ആണെന്ന് കിട്ടി. ഈ ആംഗിൾ 80 ഡിഗ്രി ആണെന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ ആംഗിൾ എ കണ്ടുപിടിക്കണം, സി എ ബി. എങ്ങനെ കണ്ടുപിടിക്കും, ട്രയാങ്കിൾ എ ഒ സി എന്ന് പറയുന്നത് എന്താണ്, ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എ ഒ സി ഈസ് ഐസോസ്ലെസ് ട്രയാങ്കിൾ. കാരണം എന്താണെന്ന് എഴുതും, കാരണം ഒ എ ഈക്വൽ ടു ഒ സി എന്താണ്, റേഡിയസ് ഓഫ് സർക്കിൾ. എ ഒ എന്ന് പറയുന്നതും ഒ സി എന്ന് പറയുന്നതും ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ട്രയാങ്കിൾ എ ഒ സി എന്ന് പറയുന്നത് ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി. കാരണം എ ഒ എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ സി. അതുപോലെ സി ഒ എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ എ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ്, ട്രയാങ്കിൾ എ ഒ സി, അതായത് ഏതൊരു ട്രയാങ്കിളിന്റെയും ടോട്ടൽ ആംഗിൾ ലെങ്ത് എത്രയാണ്, 180 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ എ ഒ സി ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ആംഗിൾ എ ഒ സി എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, 80 ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ സിയുടെ വാല്യൂ എത്രയായിരിക്കും, 180 ഡിഗ്രി മൈനസ് ആംഗിൾ എ ഒ സിയുടെ വാല്യൂ 80 ഡിഗ്രി വിൽ ബി ഈക്വൽ ടു 100. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി വിൽ ബി ഈക്വൽ ടു 100 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അപ്പൊ എന്ത് വരും, 50 ഡിഗ്രി. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര കിട്ടി, 50. സിമ്പിൾ അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ്, in this figure below O is the center of the circle and AB is the diameter, C is a point on the circle. Okay, compute angle ACB. Angle ACB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കണ്ടുപിടിക്കാം. സിമ്പിൾ അല്ലേ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് 50 ഡിഗ്രി ആണ്. അപ്പൊ ഈ ആംഗിൾ എത്ര വരും, ഈ ആംഗിൾ എത്ര വരും, 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി അല്ലേ. കാരണം എന്താ, ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ സി ഒ ബി വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താ, അത് ലീനിയർ പെയർ ആണ്. അപ്പം ആംഗിൾ എ ഒ സി എത്ര വരും,
180 ഡിഗ്രി മൈനസ് ആംഗിൾ സി ഒ ബി. ആംഗിൾ സി ഒ ബിയുടെ വാല്യൂ എത്രയാണ്? 50 ഡിഗ്രി ഈക്വൽ ടു 130 ഡിഗ്രി. ആംഗിൾ എ ഒ സി എത്ര വന്നു? 130 ഡിഗ്രി. ഇനി ട്രയാങ്കിൾ എ ഒ സി എന്താണ്? ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ട്രയാങ്കിൾ എ ഒ സി ഈസ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ. അതുപോലെ തന്നെ എഴുതുക. ട്രയാങ്കിൾ എ ഒ സി ഈസ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ബിക്കോസ് ഒ എ ഈക്വൽ ടു ഒ സി. എന്താ? രണ്ടും എന്താണ്? റേഡിയസ് ഓഫ് സർക്കിൾ ആണ്. ഒ എയും ഒ സിയും സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പോൾ അത് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ട്രയാങ്കിൾ എ ഒ സി ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞത്. അപ്പൊ ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എയോടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഒ സി എ, ആംഗിൾ ഒ സി എ ഈക്വൽ ടു ആംഗിൾ ഒ സി എ, അതായത് ഈ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ ഒ എ സി അല്ലേ? ആംഗിൾ ഒ എ സി. ഇനി എന്താ? ട്രയാങ്കിൾ എ ഒ സിയുടെ ടോട്ടൽ ആംഗിൾ ലെങ്ത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ഒ സി എ പ്ലസ് ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ഒ സി. ആംഗിൾ എ ഒ സി വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി. എ ഒ സി എത്രയാണ് നമുക്കറിയാം? 130 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ സി ഒ രണ്ടിന്റെ സം എത്രയാണെന്ന് പറയാം? 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ആംഗിൾ ഒ സി എ പ്ലസ് ആംഗിൾ ഒ എ സി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ എ ഒ സി വിൽ ബി ഈക്വൽ ടു 130 ഡിഗ്രി ഈക്വൽ ടു 50 ഡിഗ്രി ആണല്ലോ. ഇനി ഒ സി എയും ഒ എ സി എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ഒ സി എ ഈക്വൽ ടു ആംഗിൾ ഒ എ സി ഈക്വൽ ടു 50 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 25 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതും 25 ഡിഗ്രി ആണ്, ഈ ആംഗിളും 25 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ എ സി ബി. എ സി ബി എന്ന് വെച്ചാൽ രണ്ട് ആംഗിൾ കൂടുന്നതാണ് അല്ലേ? ഏതൊക്കെയാണ്? ഈ ഒരു ആംഗിളും അതുപോലെ ഈ ഒരു ആംഗിളും. നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ആംഗിളിന്റെ മെഷർമെന്റ് കിട്ടി. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു ആംഗിളിന്റെ, അതായത് ഈ ആംഗിളിന്റെ മെഷർമെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇനി നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാം? ട്രയാങ്കിൾ ഒ ബി സി കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ഒ ബി സിയുടെ കേസിൽ ട്രയാങ്കിൾ ഒ ബി സി, ട്രയാങ്കിൾ ഒ ബി സിയുടെ കേസിൽ ഒ ബി ഈക്വൽ ടു ഒ സി നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഒ ബി ഈക്വൽ ടു ഒ സി. കാരണം എന്താ? റേഡിയസ് ആണ് അല്ലേ? ഇത് രണ്ടും സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രയാങ്കിൾ ഒ സി ബി എന്ന് പറയുന്നത് ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റും. ട്രയാങ്കിൾ ഒ സി ബി ഈസ് ഐസോസ്ലെസ് ട്രയാങ്കിൾ ബിക്കോസ് ഒ ബി ഈക്വൽ ടു ഒ സി. ഇതുപോലെ തന്നെ നിങ്ങൾ പ്രൂഫ് എഴുതണം. ഓക്കെ, ഒ ബി ഈക്വൽ ടു ഒ സി. ഇനി എന്ത് പറയാൻ പറ്റും? ഐസോസ്ലെസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒ ബി എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, അതായത് ആംഗിൾ ബി സി ഒ, ആംഗിൾ ബി സി ഒ വിൽ ബി ഈക്വൽ ടു ആംഗിൾ സി ബി ഒ അല്ലെ? ആംഗിൾ സി ബി ഒ. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും എന്താണ്? ഈക്വൽ ആയിരിക്കും. ഇനി എന്തറിയാം? ടോട്ടൽ ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ ലെങ്ത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ബി സി ഒ പ്ലസ് ആംഗിൾ സി ബി ഒ പ്ലസ് ആംഗിൾ ബി ഒ സി, ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, 180 ഡിഗ്രി ആണ്. ആംഗിൾ ബി ഒ സി എത്രയാണെന്ന് നമുക്കറിയാം? 50 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പൊ ഈ രണ്ട് ആംഗിളിന്റെയും സം എത്രയായിരിക്കും? 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ബി സി ഒ പ്ലസ് ആംഗിൾ സി ബി ഒ ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി ഈക്വൽ ടു 130 ഡിഗ്രി അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് എന്തറിയാം? ആംഗിൾ ബി സി ഒയും ആംഗിൾ സി ബി ഒയും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ബി സി ഒ ഈക്വൽ ടു ആംഗിൾ സി ബി ഒ ഈക്വൽ ടു 130 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എന്ത് വരും?
65 ഡിഗ്രി വരും അല്ലേ? അപ്പോൾ ഇത് എത്ര വരും? 65 ഡിഗ്രി. ഇത് എത്ര വരും? 65 ഡിഗ്രി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ എ സി ബി അല്ലേ? ആംഗിൾ എ സി ബി വിൽ ബി ഈക്വൽ ടു 25 ഡിഗ്രി പ്ലസ് 65 ഡിഗ്രി ഈക്വൽ ടു 90 ഡിഗ്രി. സിമ്പിൾ അല്ലേ? ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിളിന്റെ ലെങ്ത്, അപ്പം രണ്ടും കൂടെ 90 ഡിഗ്രി. ഈ വലിയ ആംഗിളിന്റെ ലെങ്ത് 90 ഡിഗ്രി വരും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ അനദർ ഫിഗർ ലൈക്ക് ദിസ് ചേഞ്ചിങ് ദ സൈസ് ഓഫ് ആംഗിൾ സി ഒ ബി ആൻഡ് കാൽക്കുലേറ്റ് ആംഗിൾ എ സി ബി. എന്താ പറ്റില്ല? നേരത്തെ ക്വസ്റ്റ്യനിലുള്ള പോലെ തന്നെ ഈ ഒരു വേറൊരു ഇതേപോലത്തെ പിക്ചർ വരക്കുക. ഇത് 50 ഡിഗ്രിക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു ഡിഗ്രി എഴുതുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ അല്ലേ? ഓക്കെ, ഫിഗർ വരക്കാം. ഞാൻ അസ്യൂം ചെയ്യുന്ന പേര് കൊടുക്കുക ആദ്യം അല്ലേ? എ ഒ ബി സി. ഇത് ഞാൻ പറയാണ്, നമുക്കൊരു എത്ര എടുക്കാം? 40 ഡിഗ്രി എടുക്കാം. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ എന്ത് തന്നു? ആംഗിൾ സി ഒ ബി 40 ഡിഗ്രിയാണ്. അപ്പം ആംഗിൾ എ ഒ സി എത്ര വരും? ആംഗിൾ എ ഒ സി വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി ഈക്വൽ ടു 140 ഡിഗ്രി. ഡൗട്ടൊന്നുമില്ലല്ലോ? ഇത് രണ്ടും എന്താണ്? ലീനിയർ പെയർ ആണ്, അല്ലെങ്കിൽ രേഖീയ ജോഡിയാണ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും സമയം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു ആംഗിളിൻ്റെ ലെങ്ത് 40 ഡിഗ്രി ആണെങ്കിൽ മറ്റേ ആംഗിൾ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? 180 ഡിഗ്രി മൈനസ് ആംഗിൾ ലെങ്ത് കിട്ടും. അപ്പോൾ 140 ഡിഗ്രി കിട്ടും. സിമ്പിൾ അല്ലേ? ഇനി ട്രയാങ്കിൾ എ ഒ സി. ട്രയാങ്കിൾ എ ഒ സിൻ്റെ കേസിൽ ഒ എ ഈക്വൽ ടു ഒ സി ആണ്. കാരണം രണ്ടും എന്താണ്? സർക്കിളിൻ്റെ റേഡിയസ് ആണ്. നോക്കി, സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഈക്വൽ ആണ്. അപ്പോൾ ട്രയാങ്കിൾ എ ഒ സി എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് എന്തറിയാം? ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ലെങ്ത് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പം എന്ത് എഴുതാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ എ ഒ സി, ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ഒ സി എ, ആംഗിൾ ഒ സി എ ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് എന്തറിയാം? ഐസോസിലസ് ട്രയാങ്കിൾ ആയത് കാരണം ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ഒ സി എ അറിയാം. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ഒ സി എ അറിയാം. അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ എ ഒ സി അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ ഒ സി എ ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ എ ഒ സിൻ്റെ വാല്യൂ നമുക്കറിയാലോ 140 ഡിഗ്രി. അപ്പോൾ എത്ര വരും? 40 ഡിഗ്രി എന്ന് വരും. അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ ഒ സി എ ഈക്വൽ ടു 40 ഡിഗ്രി. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ഒ സി എ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ഒ സി എ ഈക്വൽ ടു 40 ഡിഗ്രി ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 20 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടും എത്രയാണെന്ന് കിട്ടി? 20 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ എ സി ബി അല്ലേ? ഈ വലിയ ആംഗിൾ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായ 20 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടണം? ഈ ഒരു ആംഗിളിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇനി എന്ത് ചെയ്യുക? ട്രയാങ്കിൾ ഒ ബി സി കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ഒ ബി സി എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. കാരണം എന്താണ്? ഒ ബി ഈക്വൽ ടു ഒ സി ആണ്. രണ്ടും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും എന്താണ്?
ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ ഒ സി ബി ഈക്വൽ ടു ആംഗിൾ ബി അല്ലേ? ഇത് ഈക്വൽ ടു ഇത് എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് എന്തറിയാം? ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ ലെങ്ത് എത്രയാണ്? 180 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി ഒ സി. ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് പ്ലസ് ഇത് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബി ഒ സി എത്രയാണെന്ന് അറിയാം? 40 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ബി എത്രയായിരിക്കും? 180 ഡിഗ്രിന്ന് ആംഗിൾ ബി ഒ സിയുടെ വാല്യൂ മൈനസ് ചെയ്തത്. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി ഈക്വൽ ടു 140 ഡിഗ്രി. ഓക്കെ, 140 ഡിഗ്രി. ഇനി ആംഗിൾ ഒ സി ബി ഈക്വൽ ടു ആംഗിൾ ബി ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ഒ സി ബി ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു 140 ഡിഗ്രി ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 70 ഡിഗ്രി. അപ്പോൾ ഈ രണ്ട് ആംഗിൾ എത്രയാണെന്ന് കിട്ടി? 70 ഡിഗ്രി ആണെന്ന് കിട്ടി. 70 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പം ഈ രണ്ട് ചെറിയ ആംഗിളിൻ്റെയും വാല്യൂ കിട്ടിയല്ലോ, 20 ഡിഗ്രി 70 ഡിഗ്രി. അപ്പോൾ ടോട്ടൽ ആംഗിൾ ലെങ്ത്, അതായത് ആംഗിൾ ലെങ്ത് ഓഫ് ആംഗിൾ എ സി ബി വിൽ ബി ഈക്വൽ ടു 20 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, സിമ്പിൾ ആണല്ലോ, പെട്ടെന്ന് കിട്ടുന്നില്ലേ? ഇനി നമുക്ക് 13th ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ്? How many different isosceles triangle be drawn with an angle 50 degree? എന്താ പറയുന്നത്? Angle 50 degree and one side 7 centimeter. എന്താ ചോദിക്കുന്നേ? ഒരു ആംഗിൾ 50 ഡിഗ്രി ആവണം, ഒരു സൈഡ് 7 സെന്റിമീറ്റർ ആവണം. അങ്ങനെയുള്ള എത്ര ഐസോസിലസ് ട്രയാങ്കിൾ നമുക്ക് വരക്കാൻ പറ്റും? ആലോചിച്ച് നോക്കിയേ, ഒരു ആംഗിൾ 50 ഡിഗ്രി ആവുന്ന എത്ര ഐസോസിലസ് ട്രയാങ്കിൾ വരക്കാം? ആദ്യം നമുക്കത് നോക്കാം. ഓക്കെ, ഒരു ആംഗിൾ 50 ഡിഗ്രി എന്ന് പറയുമ്പം നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾ എന്താണ്? ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് ആംഗിൾ എന്താണ്? ഈക്വൽ ആയിരിക്കും അല്ലേ? ഏതെങ്കിലും രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കേസ് എങ്ങനെ എടുക്കാം? 50 ഡിഗ്രി ആണല്ലോ ഒരു ആംഗിള്, മറ്റേ ആംഗിൾ എന്താണ്? 50 ഡിഗ്രി ആണെന്ന് എടുക്കാം. അതായത് ഈക്വൽ വരുന്ന ആംഗിളിന്റെ ലെങ്ത് എത്രയാണ്? 50 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ എങ്ങനെ വരക്കാം? ഇത് 50 ഡിഗ്രി, ഇത് 50 ഡിഗ്രി. കാരണം ഐസോസിലസ് ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ 50 ഡിഗ്രി ആണ് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ തേർഡ് സൈഡ് എന്ത് വരും? എങ്ങനെ കണ്ടുപിടിക്കും? 180 ഡിഗ്രി മൈനസ് 50 പ്ലസ് 50 100 ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ ഇത് 80 ഡിഗ്രി. അപ്പോൾ ഒന്നാമത്തെ ട്രയാങ്കിൾ എങ്ങനെ വരച്ചു? 50 ഡിഗ്രി ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ ആംഗിൾ വരുന്ന 50 ഡിഗ്രി തന്നെ രണ്ട് ആംഗിൾ വരുന്ന രീതിയിൽ വരച്ചു. ഇനി നമുക്ക് ഇത് എങ്ങനെയും വരക്കാൻ പറ്റും? ഒരു ആംഗിൾ 50 ഡിഗ്രി മാത്രം വരുന്നത് വരക്കാം അല്ലെ? ഒരു ആംഗിൾ 50 ഡിഗ്രി, ബാക്കി രണ്ട് ആംഗിളും വേറെ ഏതോ ഒരു മെഷർമെന്റ് ഈക്വൽ. അപ്പൊ ഈ രണ്ട് ആംഗിളിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കും? 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി ഈക്വൽ ടു 130 ഡിഗ്രി. ഇതിന്റെ രണ്ടിന്റെ സമ്മ് 130 ഡിഗ്രി. അപ്പോൾ ഒരു ആംഗിളിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? 130 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 65 ഡിഗ്രി. അപ്പോൾ ഇത് വരും 65 ഡിഗ്രി 65 ഡിഗ്രി. ഡൗട്ട് ഉണ്ടോ? എന്താ നമുക്ക് പറഞ്ഞിട്ടുള്ളത്? ഒരു ആംഗിൾ എന്താ നമ്മളെ കണ്ടീഷൻ? ഒരു ആംഗിൾ 50 ഡിഗ്രി ആണ്, ഒരു സൈഡ് 7 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരക്കാലോ. എങ്ങനെ വേണമെങ്കിലും ഇൻ ദ സെൻസ് 50 ഡിഗ്രി എന്താവാം? ഒരു 50 ഡിഗ്രി മാത്രമുള്ള കേസ് വരക്കാം, അതിത്. പിന്നെന്ത് വരക്കാം? രണ്ട് 50 ഡിഗ്രി വരുന്ന കേസ് വരക്കാം അല്ലേ? ഓക്കെ, അത് നമ്മൾ വരച്ചു. ഇനി നമ്മളോട് എന്തും കൂടെ കണ്ടീഷൻ പറ്റുന്നുണ്ട്. 7 സെന്റിമീറ്റർ വരുന്ന 7 സെന്റിമീറ്റർ, ഒരു സൈഡ് 7 സെന്റിമീറ്ററും കൂടെ വരണം. അപ്പൊ ആദ്യ കേസിൽ ഞാൻ അസ്യൂം ചെയ്തു എന്താണ്? രണ്ട് സൈഡ് 7 സെന്റിമീറ്റർ ആണെന്ന് അസ്യൂം ചെയ്തു. അതായത് 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് 7 സെന്റിമീറ്റർ. ഇവിടെ എന്ത് വരും? 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് 7 സെന്റിമീറ്റർ അസ്യൂം ചെയ്യാൻ കാരണം എന്താ? മനസ്സിലായില്ലേ? ഒരു സൈഡ് 7 സെന്റിമീറ്റർ വരണം. അപ്പൊ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ് ആയിട്ട് വരുന്നുണ്ടല്ലോ. അതായത് ഒരു പെയർ ഈക്വൽ മെഷർമെന്റിൽ വരും. അപ്പം ആ ഒരു ഈക്വൽ മെഷർമെന്റിൽ ഞാൻ 7 സെന്റിമീറ്റർ എടുത്തു. അതാണിത്. ഏത്? ഇപ്പൊ വരച്ച് ഈ ട്രയാങ്കിൾ. ഇനി ഞാൻ ഇതേപോലെ തന്നെ വേറൊരു ട്രയാങ്കിൾ വരക്കാണ്. ആംഗിൾ ലെങ്ത് ഒക്കെ സെയിം, 80 ഡിഗ്രി 50 ഡിഗ്രി
50 ഡിഗ്രി. പക്ഷെ ഇവിടെ ഞാൻ എന്താ വിചാരിക്കുന്നത്, രണ്ട് സൈഡ് 7 സെന്റിമീറ്റർ അല്ല, ഒരു സൈഡ് മാത്രമാണ് 7 സെന്റിമീറ്റർ. ഓക്കെ, അതായത് 80 ഡിഗ്രീന്റെ ഓപ്പോസിറ്റ് ആണ് 7 സെന്റിമീറ്റർ. 3 ട്രയാങ്കിൾ ആണല്ലോ. ഇനി നാലാമത്തെ ട്രയാങ്കിൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ട്രയാങ്കിളിന്റെ ഡ്യൂപ്പ വരക്കുന്നത്. അതായത് 50 ഡിഗ്രി വന്നു, ഇത് 65, 65. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് 50 ഡിഗ്രീന്റെ ഓപ്പോസിറ്റ് ആണ് 7 സെന്റിമീറ്റർ നിർത്തും. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഐസോസ്ലസ് സൈഡ് ആണ്. ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ വരുന്ന സൈഡ് ആണ് 7 സെന്റിമീറ്റർ. അതായത് 65ന്റെ ഓപ്പോസിറ്റ് 7 സെന്റിമീറ്റർ, 65ന്റെ ഓപ്പോസിറ്റ് 7 സെന്റിമീറ്റർ. അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര ട്രയാങ്കിൾ വരക്കാൻ പറ്റും? 4 ട്രയാങ്കിൾ വരക്കാൻ പറ്റും. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമുക്ക് കണ്ടീഷൻ ഇങ്ങനെയുള്ളൂ, ഒരു സൈഡ് 7 സെന്റിമീറ്റർ ആവണം, ഒരു ആംഗിൾ 50 ഡിഗ്രി ആവണം. ഓക്കെ, അങ്ങനെയുള്ള എത്ര ഐസോസ്ലസ് ട്രയാങ്കിൾ വരക്കാൻ പറ്റും നോക്കിയേ. ഒന്നാമത്തെ കേസിൽ ഒരു സൈഡ് 7 സെന്റിമീറ്റർ ആവണല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു സൈഡെങ്കിലും 7 സെന്റിമീറ്റർ ആണല്ലോ. അതുപോലെ അറ്റ്ലീസ്റ്റ് ഒരു ആംഗിൾ എങ്കിലും 50 ഡിഗ്രി ആണല്ലോ, അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും 50 ഡിഗ്രി ആണ്. ഇനി അടുത്തത് അറ്റ്ലീസ്റ്റ് ഒരു സൈഡ് 50. ഇത് രണ്ട് ആംഗിളും ഈക്വൽ അല്ല ട്രയാങ്കിളും, മനസ്സിലായില്ലേ? കാരണം ഇവിടെ 7 സെന്റിമീറ്റർ വരുന്നത് 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്, ഇവിടെ 7 സെന്റിമീറ്റർ വരുന്നത് 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം.